പാമ്പനാർ കുമളി റൂട്ടിലെ ഒരു ചെറുപട്ടണം. പാമ്പനാർ ജംഗ്ഷനിൽ നിന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഇടത്തേക്ക് തിരിയുന്നൊരു ചെറിയ റോഡുണ്ട്. കഷ്ടിച്ച് ഒരു വാഹനത്തിനു മാത്രം കടന്നു പോകാൻ വീതിയുള്ള ഒരു കോൺക്രീറ്റ് റോഡ്. കൃത്യമായി പറഞ്ഞാൽ 2023 ഏപ്രിൽ 15-ാം തീയതി വിഷുവായിരുന്നു അന്ന്. ഏക മകളായ ബിന്ദു അമ്മയോടും മരുമകൻ മോഹനനോടും ചെറുമകൻ അനീഷിനോടും ഒപ്പമാണ് തങ്കമ്മ താമസിച്ചിരുന്നത്. എൻ്റെ അമ്മയും ഞാനും എൻ്റെ ഭർത്താവും കൂടി വിഷുവിൻ്റെ അന്ന് രാവിലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ എൻ്റെ അമ്മയെ ആക്കിയിട്ട് ഞങ്ങളുടെ ക്ഷേത്രമായ ലക്ഷ്മി കോവിൽ ക്ഷേത്രത്തിലേക്ക് ഞാനും എൻ്റെ ഭർത്താവും പോയപ്പോൾ ഞങ്ങളന്ന് പോകുമ്പോൾ ഈ പാറേക്കാവിലെ അമ്പലത്തിലെ വിളക്ക് കത്തിക്കുന്ന ആൾ, അതായത് അമ്പലത്തിലെ ആ പൂജ കഴിക്കുന്ന ആൾ സുരേന്ദ്രനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചിറ്റപ്പ അമ്മ ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. പക്ഷെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ 1:45 സമയം, ഏകദേശം 1:30 കഴിഞ്ഞു, 1:45 അടുക്കാറായി. തിരിച്ച് വന്ന് അവിടെ വരുമ്പോഴത്തേക്കും അന്നദാനം നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ അമ്മ എവിടെ, അല്ലെങ്കിൽ അമ്മയെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞ് അമ്മ പോയിട്ടൊരു 10 മിനിറ്റേ ആയിട്ടുള്ളെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞെന്നാൽ, അതായത് നടന്ന് അമ്മയ്ക്ക് 10 മിനിറ്റ് കൊണ്ട് വീട്ടിൽ എത്താനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിൽക്കുക, എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, അപ്പോൾ അമ്മ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാകത്തില്ല, അങ്ങനെയാണെങ്കിൽ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ്. അങ്ങനെ പെട്ടെന്ന് വന്ന് ഇവിടെ നോക്കുമ്പോൾ അമ്മയെ വീട്ടിൽ കണ്ടില്ല. വീടിന് ചുറ്റും പരിസരമൊക്കെ നോക്കി, എന്നിട്ടും കണ്ടില്ല. അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെത്തിയിരുന്നു. ഞാനും കൂടെ വീടിൻ്റെ ചുറ്റും പരിസരവും എല്ലാം തിരഞ്ഞു, അപ്പോഴും അമ്മയെ കണ്ടില്ല. അതിനുശേഷം ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പീരുമേട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. എൻ്റെ ഭർത്താവാണ് കൊണ്ടുപോയി പരാതി കൊടുത്തത്. വീടിനടുത്തുള്ള പാറേക്കാവ് ക്ഷേത്രത്തിൽ വിഷു ദിവസം അന്നദാന സദ്യ ഉണ്ടായിരുന്നു. ഓർമ്മക്കുറവുണ്ടായിരുന്ന തങ്കമ്മയെ പാറേക്കാവ് ക്ഷേത്രത്തിൽ കൊണ്ടാക്കി അയൽവാസിയും ബന്ധുവുമായ സുരേന്ദ്രനെ ഏൽപ്പിച്ച ശേഷം മോഹനനും ബിന്ദുവും കുറച്ചകലെയുള്ള കുടുംബക്ഷേത്രമായ ലക്ഷ്മി കോവിലിൽ പോയി. 1 മണിയോടെ തിരികെ വന്നപ്പോൾ വീട്ടിലോ അന്നദാനം നടക്കുന്ന ക്ഷേത്രത്തിലോ തങ്കമ്മയെ കാണാനില്ലായിരുന്നു. 12:30യോടെ തങ്കമ്മ ക്ഷേത്രത്തിൽ നിന്നും പോയെന്ന് ക്ഷേത്രത്തിലുണ്ടായിരുന്നവർ പറഞ്ഞുവെന്ന് ബിന്ദു അമ്മ പറയുന്നു. തങ്കമ്മ വീടിൻ്റെ മുറ്റത്തേക്ക് കയറുന്നത് അയൽവാസിയായ സിജോ കണ്ടതായി അയാൾ പറയുന്നു. കഴിഞ്ഞ വിഷുവിൻ്റെ അന്ന്, അതായത് ഏപ്രിൽ മാസം 15-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി എൻ്റെ അമ്മയുടെ അമ്മയെ മുത്തശ്ശി ഈ വീട്ടിൽ നിന്നും കാണാതാകുകയും അതിനുശേഷം അന്ന് പിറ്റേ ദിവസം ഏകദേശം 11:30യോടുകൂടി പീരുമേട് സിയുടെ നേതൃത്വത്തിൽ ഒരു ട്രാക്കർ ഡോഗ് വരികയും അത് നമ്മുടെ വീട്ടിൽ നിന്നും, അതായത് തൊട്ടടുത്ത ക്ഷേത്രത്തിലെ അന്നദാനം നടന്നിരുന്നു, അവിടെ മുത്തശ്ശി പോയിരുന്നു. അവിടേക്ക് ചെല്ലുകയും അവിടുന്ന് ലക്ഷ്മി കോവിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് അവിടേക്ക്. അത് വലിയ പാത പോലത്തെയുള്ള ഇച്ചിരി കാട് കയറിയ ഏരിയയാണ്. അതിലേക്കൂടെ ഈ ട്രാക്കർ ഡോഗ് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം നടക്കുകയും അവിടെ ചെന്ന് ഈ ട്രാക്കർ ഡോഗ് സ്റ്റോപ്പാവുകയും ചെയ്തിരുന്നു. അതിൻ്റെ പിന്നാലെ ഒരാഴ്ചയ്ക്ക് ശേഷം, ഒരാഴ്ചയോട് കൂടെ അടുത്ത് ഒരു കെഡാവർ ഡോഗിനെയും കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം ഈ ട്രാക്കറിനെയും കെഡാവറിനെയും ഒരുമിച്ച് കൊണ്ടുപോവുകയും ഈ പറഞ്ഞ ഏരിയകൾ മൊത്തം കംപ്ലീറ്റ് തിരയുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും യാതൊരുവിധ തെളിവുകളോ ഇതൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് ഈ മിസ്സിംഗ് ആയ ദിവസം ഏകദേശം 2 മണിയോടുകൂടി നാട്ടുകാരുൾപ്പെടെയുള്ള എല്ലാവരും തന്നെ അന്വേഷണത്തിലെ ഭാഗമായിട്ട് ഈ ഏരിയ മൊത്തം തിരയുന്നുണ്ടായിരുന്നു. അവസാനമായി തങ്കമ്മയെ കണ്ടത് സിജോ ആണ്. അതിനുശേഷം തങ്കമ്മയെ ആരും കണ്ടിട്ടില്ല. ഇവരുടെ കുടുംബക്ഷേത്രമായ ലക്ഷ്മി കോവിലിലേക്ക് പോകാൻ 2 വഴികളുണ്ട്.
ഒരെണ്ണം സിജോയുടെ വീടിന് മുന്നിലൂടെ ഇടതിങ്ങിയ എസ്റ്റേറ്റിനുള്ളിലൂടെയുള്ള ഇടുങ്ങിയ വഴി. ഈ വഴി തീർത്തും വിജനമാണ്. രണ്ടാമത്തേത് റോഡിലൂടെയുള്ളതും. അംഗപരിമിതനായ മോഹനൻ്റെ മുച്ചക്ര വാഹനത്തിലാണ് ബിന്ദു അമ്മയും മോഹനനും ലക്ഷ്മി കോവിലിലേക്ക് പോയത്. തങ്ങൾ ലക്ഷ്മി കോവിലിലേക്ക് പോയി കാണാത്തതിനാൽ തങ്കമ്മ എസ്റ്റേറ്റിനുള്ളിലൂടെയുള്ള വഴിയിലൂടെ വന്നിട്ടുണ്ടാകാം എന്നാണ് ബിന്ദു അമ്മയും മറ്റു കുടുംബാംഗങ്ങളും പറയുന്നത്. തങ്കമ്മയെ കാണാതായി 1 മണിക്കൂറിനുള്ളിൽ അയൽവാസികളും നാട്ടുകാരും ചേർന്ന് എസ്റ്റേറ്റിനുള്ളിലൂടെയുള്ള വഴിയിലെ കാട് മുഴുവൻ അരിച്ചു പെറുക്കി. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഈ വഴിയിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്നും അവരാരെങ്കിലും തങ്കമ്മയെ അപായപ്പെടുത്തിയതായിരിക്കാം എന്നും ചിലർ സംശയിച്ചു. വൈകുന്നേരം വരെ തങ്കമ്മയെക്കുറിച്ച് വിവരമൊന്നും കിട്ടാതായതോടെ ബിന്ദു അമ്മയുടെ ഭർത്താവ് മോഹനൻ പീരുമേട് പോലീസിൽ പരാതി നൽകി. എൻ്റെ അമ്മായിയമ്മയെ കാണാതായിട്ട് ഏകദേശം ഇന്നിപ്പം 61 ദിവസമായി. കാണാതായ അന്ന് തന്നെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരിസര പ്രദേശങ്ങളെല്ലാം നോക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഒരു 5 മണി വരെ നോക്കിയിട്ട് കാണാതായി കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്റ്റേഷനിൽ പോവുകയും സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നാളെ ഇതുവരെയായിട്ടും യാതൊരുവിധ വിവരവും ലഭിച്ചിട്ടുമില്ല. അമ്മയെ കണ്ടു കിട്ടാനായിട്ട് സാധിച്ചിട്ടുമില്ല. പരാതി ലഭിച്ച് 1.5 മണിക്കൂറിനുള്ളിൽ പീരുമേട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. പിറ്റേ ദിവസം തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസ് നായയെ കൊണ്ടുവന്നു. വീടിനുള്ളിൽ മണം പിടിച്ച പോലീസ് നായ എസ്റ്റേറ്റിനുള്ളിലെ ദുർഘടമായ വഴിയിലൂടെ മുന്നോട്ടോടി. നായ ചെന്നു നിന്നത് ലക്ഷ്മി കോവിലിനടുത്തുള്ള ഒരു ചതുപ്പ് പ്രദേശത്തേക്കാണ്. യാദൃച്ഛികമായ വണ്ണം ആ ചതുപ്പിൽ ഒരു പശുവും അതിൻ്റെ കിടാവും ചത്തുകിടന്നിരുന്നു. തങ്കമ്മയെ ആരെങ്കിലും അപായപ്പെടുത്തി ചതുപ്പിൽ താഴ്ത്തിയേക്കാമെന്ന സംശയത്താൽ നാട്ടുകാർ തോട്ടികൊണ്ട് ചതുപ്പ് പരിശോധിച്ചുവെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല. പിന്നീട് 2 തവണ കൂടി സ്നിഫർ ഡോഗിനെയും ട്രാക്കർ ഡോഗിനെയും കടാവർ ഡോഗിനെയും കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചുവെങ്കിലും പഴയതിൻ്റെ ആവർത്തനം തന്നെയായിരുന്നു ഫലം. അയൽ വീടുകളും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടെ പോലീസ് അരിച്ചു പെറുക്കി പരിശോധിച്ചുവെങ്കിലും സംശയിക്കത്തക്കതായോ കേസിന് തുമ്പുണ്ടാകാൻ സഹായകമായ തരത്തിലോ ഉള്ള ഒന്നും കണ്ടെത്തിയില്ല. എസ്റ്റേറ്റിനുള്ളിലെ വഴിയിലൂടെ സഞ്ചരിച്ച ലക്ഷ്മി കോവിലിനടുത്ത് എത്താറാകുമ്പോൾ ചതുപ്പിലേക്ക് ഇറങ്ങുന്ന വഴിയുടെ ഭാഗത്തെ ഒരു ചെറിയ പാറയിൽ നായ കുറേ നേരം മണം പിടിച്ചു നിന്നു. ചതുപ്പിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് 3 തോട്ടം തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ലായമുണ്ട്. എന്നാൽ അവിടെയുള്ളവരാരും തന്നെ തങ്കമ്മ ചതുപ്പിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടില്ല. എങ്കിൽ എങ്ങോട്ടാണ് തങ്കമ്മ പോയത്? 93 വയസ്സായ തങ്കമ്മയെ 20ാമത്തെ വയസ്സിൽ ഇവിടേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവരികയായിരുന്നു അത്രേ. ആ തങ്കമ്മയ്ക്ക് ആ സ്ഥലത്തെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള നല്ല ധാരണയുണ്ടായിരിക്കണം. സാധാരണ വേഗതയിൽ നടന്നാൽ ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും തങ്കമ്മയുടെ വീട്ടിൽ നിന്ന് നായ മണം പിടിച്ചെത്തിയ ചതുപ്പിനടുത്തെത്താൻ കുറഞ്ഞത് 20 മിനിറ്റോളം വേണ്ടിവരും. തങ്കമ്മയെ 12:45 അയൽവാസിയായ സിജോ അവസാനമായി കാണുന്നത്. 1 മണിയോടെ വീട്ടിലെത്തിയപ്പോൾ തങ്കമ്മയെ കാണാനില്ലെന്നും അപ്പോൾ തന്നെ തിരച്ചിൽ ആരംഭിച്ചെന്നും കാണാതായി 1 മണിക്കൂറിനകം തന്നെ നാട്ടുകാരും അയൽവാസികളും എസ്റ്റേറ്റിനുള്ളിലെ ദുർഘടമായ കാട് അരിച്ചു പെറുക്കി പരിശോധിച്ചെന്നും മകൾ ബിന്ദു അമ്മയും മരുമകൻ മോഹനനും ചെറുമകൻ അനീഷും പറയുന്നു. അന്നദാനം കഴിഞ്ഞ് 2:30-ഓടെ പരിസരവാസികളായ 4-5 ചെറുപ്പക്കാർ ഈ വഴി കടന്നു പോകുന്നതിന് സമീപമുള്ള തുറസായ സ്ഥലത്തിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അവരെ ചോദ്യം ചെയ്തിട്ടും ഒരു തുമ്പും കിട്ടിയില്ല. ഓർമ്മക്കുറവുള്ള തങ്കമ്മ ഈ വഴി വന്നിരുന്നുവെങ്കിൽ ആരെങ്കിലും കാണേണ്ടതായിരുന്നു. കാണാതാകുന്ന സമയത്ത് തങ്കമ്മ ഒരു ജോഡി സ്വർണ്ണ കമ്മലുകളും ഒരു മോതിരവും അണിഞ്ഞിരുന്നു. ഇത് കവർച്ച ചെയ്യാൻ ആരെങ്കിലും തങ്കമ്മയെ അപായപ്പെടുത്തിയതാണെങ്കിൽ തങ്കമ്മയുടെ ശവശരീരം എവിടെ? ഇനി ശവശരീരം നായ അവസാനം വന്നു നിന്ന ചതുപ്പിൽ താഴ്ത്തിയെന്നിരിക്കട്ടെ. ചതുപ്പിന് സമീപത്തെ ലയത്തിൽ താമസിക്കുന്നവരും തങ്കമ്മയെ കാണാതായി അരമണിക്കൂറിനുള്ളിൽ തിരച്ചിൽ തുടങ്ങിയ നാട്ടുകാരും എന്തുകൊണ്ടത് കണ്ടില്ല? വഴിയിൽ വെച്ച് അപായപ്പെടുത്തി ചതുപ്പിനരികിലേക്ക് കൊണ്ടുവന്നെങ്കിൽ കൊണ്ടുവരുന്ന വഴി ആരെങ്കിലും കാണേണ്ടതല്ലേ? മുമ്പൊരിക്കലും ഇത്തരത്തിൽ ഇറങ്ങിപ്പോകാത്ത തങ്കമ്മ കാണാതാകുന്നതിൻ്റെ അന്നേ ദിവസം തന്നെ ഈ വഴിയെ പോയി എന്ന് പറയുന്നതും ദുരൂഹമാണ്. ചതുപ്പിലേക്ക് ഇറങ്ങുന്ന വഴിയുടെ അക്കരെ റോഡാണ്. ആ റോഡിലൂടെ അല്പം സഞ്ചരിച്ചാൽ
കുമളി റോഡിലെത്താം. ഭിക്ഷാടന മാഫിയ തങ്കമ്മയെ തട്ടിക്കൊണ്ടു പോയിരിക്കാമെന്ന ചിലരുടെ സംശയം കണക്കിലെടുത്താൽ തന്നെ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങൾ അപൂർവമായി വരുന്ന റോഡിൽ അപരിചിതമായൊരു വാഹനം എത്തിയാൽ അത് ആരുടെയെങ്കിലും കണ്ണിൽപ്പെടാതിരിക്കില്ല. സമീപത്തുള്ള ഫാം ഹൗസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും അതിലും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. നമ്മുടെ തങ്കമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഏകദേശം 93 വയസ്സുള്ള സ്ത്രീയെ നമുക്കിപ്പം ഇന്ന് കാണാതായിട്ട് ഏകദേശം 2 മാസത്തോളമായി. അപ്പം നമ്മളതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വേറെ ഏത് ചെയ്യുന്നതിനേക്കാളും വളരെ ഡീപ്പായിട്ട് ചെയ്തിരുന്നു. ഒരുപാട് ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഏകദേശം ഒരു 60 പേരോളം ഒരു 6-7 ദിവസം ആ പരിസരം മുഴുവൻ തപ്പിയിരുന്നു. 3 തവണയോളം നമ്മുടെ പോലീസ് ഡോഗ്സിനെ, അതായത് ട്രാക്കർ ഡോഗിനെയും കടാവർ ഡോഗിനെയും ഒക്കെ കൊണ്ടുവന്നു. ശാസ്ത്രീയപരമായിട്ടുള്ള എല്ലാ പരിശോധനകളും നടത്തി. നമ്മളൊരു സ്പെഷ്യൽ സ്ക്വാഡ് ഇട്ട് അന്വേഷിച്ചിട്ട് പിന്നെ നമുക്ക് ഓരോ വഴികളും ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ബ്ലോക്ക് ആകുന്ന ഒരവസ്ഥയാണ്. അതുകൂടാതെ ഇപ്പം നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ അപായപ്പെടുത്തിയിരിക്കുക എന്നുള്ളൊരു സാധ്യത മങ്ങിയാണ് വരുന്നത്. ഇവരെ വേറെ എങ്ങോട്ടെങ്കിലും കടത്തിക്കൊണ്ട് പോയിട്ട് ഉള്ളതാണോ, അതോ ഇനി വേറെ ആർക്കെങ്കിലും ഇവരുടെ റിലേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർക്കെങ്കിലും അതിൽ പങ്കുണ്ടോ എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പക്ഷേ എങ്കിലും നമുക്കൊരു തുമ്പ് വലിയ കാര്യമായിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ആളുകൾ ഇനിയിപ്പോൾ ഒരു പോളിഗ്രാഫ് ടെസ്റ്റ് എന്നുള്ള നിലയിലേക്കൊക്കെ കുറേ ആൾക്കാരുടെ പോകണം. കാരണം കുറേ ബന്ധുക്കളായിട്ട് വരുന്ന ആളുകളുടെ കുറച്ച് മൊഴിയിലുള്ള കോൺട്രഡിക്ഷൻസ് ഒക്കെയാണ് നമുക്കിപ്പം വരുന്നത്. അതിൻ്റെ ബാക്കിയുള്ള പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരെ ഏറ്റവും അടുത്ത് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിലൂടെ നമുക്ക് തോന്നുന്നത്. ലക്ഷ്മി കോവിലിലേക്ക് പോകുന്ന ദുർഘടം പിടിച്ച എസ്റ്റേറ്റിനുള്ളിലെ വഴിയിലേക്ക് തങ്കമ്മ ഇറങ്ങുന്നത് ആരും കണ്ടിട്ടില്ല. ആ സമയത്ത് പരിസരത്തുള്ളവരെല്ലാം അന്നദാനം നടക്കുന്ന പാറേക്കാവ് ക്ഷേത്രത്തിലായിരുന്നു. തങ്കമ്മ ഇറങ്ങിപ്പോകുന്നത് ആ സമയത്ത് സിജോയുടെ വീട്ടിലുണ്ടായിരുന്ന മകൾ കണ്ടിട്ടില്ല. ഒരു കരിയില അനങ്ങിയാൽ പോലും നിർത്താതെ കുരയ്ക്കുന്ന സിജോയുടെ വളർത്തുനായയുടെ കുരയും ആരും കേട്ടില്ല. മാത്രമല്ല, കുത്തനെയുള്ള ഇറക്കം ഇറങ്ങാൻ 93-കാരിയായ തങ്കമ്മയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കാനും പ്രയാസമാണ്. ഇവർ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ അമ്മ അവിടെ കാണുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചു അമ്മ എവിടെയെന്ന്. അപ്പോൾ അമ്മയോട് അമ്മ പോയിട്ട് 10 മിനിറ്റോളം ആയല്ലോ എന്ന് വേറൊരു കക്ഷിയോട് പറഞ്ഞതനുസരിച്ച് അവരിവിടെ നോക്കിയപ്പോൾ കാണുന്നില്ല. പിന്നെ ഇവിടെ ഓരോരുത്തരും വിളിച്ച് നോക്കി. പിന്നെ മറ്റുള്ള ആൾക്കാർ അറിഞ്ഞു കേട്ട് വന്നവരെല്ലാം കൂടെ ഈ വീടിൻ്റെ പരിസരവും എല്ലായിടും നോക്കി നടന്നിട്ടും കണ്ടു കിട്ടിയില്ല. അപ്പോൾ ഈ വിവരം അറിഞ്ഞ് ഞാൻ ഉടനെ ഇവിടുത്തെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് മാധവ് സാറിനെയും സംസ്ഥാന സെക്രട്ടറി മനോജിനെയും വിവരം അറിയിക്കുന്നു. അവിടെ നിന്ന് അവരിലായിട്ട് വരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് സാമ്പ മഹാസഭയുടെ ആൾക്കാരിവിടെ വന്നു. ഏപ്രിൽ മാസം 28-ാം തീയതി ഞങ്ങൾ DYSPയുടെ ഓഫീസിൽ പോയി DYSPക്ക് പെറ്റീഷൻ കൊടുത്തു. അന്ന് തന്നെ വൈകിട്ട് DYSPയും അവിടുന്ന് സർക്കിൾ ഇൻസ്പെക്ടർ, പിന്നെ 2 SIമാർ, കുറേ പോലീസുകാരെല്ലാം കൂടെ വന്നു. അങ്ങനെ മൊത്തം 10-15ഓളം പോലീസുകാരിവിടെ മൊത്തത്തിൽ വന്നിട്ട് ഇവിടെ ഈ പരിസരത്തുള്ള വീടുകളിലും ഈ പരിസരത്തെല്ലാം നോക്കിയിട്ട് അവർ പോയിട്ട് പിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇങ്ങനെ ഇത്രയെല്ലാം ആയിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതിനുശേഷം ഞാൻ DYSPയെ തിരക്കി ഞങ്ങൾ അവിടെ പോയിട്ട് DYSP കാണാൻ കഴിഞ്ഞില്ല. പിന്നെ സർക്കിളിനെ കണ്ട് സംസാരിച്ചപ്പോൾ സർക്കിൾ പറഞ്ഞത് ഇപ്പോൾ ഇവിടുത്തെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തി അത്ര പോരാ. അതായത് ഈ ഡാഗർ അങ്ങനെ തോന്നുന്നു. ആ ഡാഗർ എന്ന് പറഞ്ഞൊരു ഒരു ഡാഗ് വന്നായിരുന്നു. ആ ഡോഗ് വന്നിടത്തെല്ലാം അവർ വിൻ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഇതായിട്ടും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ പരിസരത്തൊന്നും ഇല്ലെന്നാണല്ലോ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു. എന്തായാലും കൊള്ളാം. അതിനുശേഷം സർക്കിളിനെ കണ്ട് സംസാരിച്ചപ്പോൾ സർക്കിൾ പറഞ്ഞത് ഞങ്ങൾ അന്യ സംസ്ഥാനത്തേക്ക് കൂടി ഇതിൻ്റെ അന്വേഷണം ദീർഘിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും കൊള്ളാം. ഇന്ന് 61-ാമത്തെ ദിവസമായിട്ട് പോലും ഇതായിട്ട് അമ്മയെ കണ്ടു കിട്ടാതിൽ ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ട്. സ്വത്ത് തർക്കമുണ്ടെന്ന മകൾ ബിന്ദു അമ്മ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്കമ്മയുടെ ബന്ധുവായ കറുപ്പസ്വാമിയെയും ഭാര്യ ശ്രീദേവിയെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും തനിക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കറുപ്പസ്വാമി. തങ്കമ്മ ദുർഘടമായ വഴിയിലൂടെ ലക്ഷ്മി കോവിലിലേക്ക് പോയി എന്ന് പറയുന്നത് വാസ്തവമാണോ? വീടിനടുത്തു വെച്ച് ആരെങ്കിലും തങ്കമ്മയെ അപായപ്പെടുത്തി ശവശരീരം രാത്രി ചതുപ്പിൽ താഴ്ത്തിയതാണോ? മണം പിടിച്ചെത്തിയ പോലീസ് നായ 3 വട്ടവും ചതുപ്പിനടുത്ത് വരെ ചെല്ലുന്നെങ്കിൽ അതിനു കാരണമുണ്ടായിരിക്കണം. 93-കാരിയായ തങ്കമ്മയെ ഇല്ലാതാക്കിയതുകൊണ്ട് ആർക്കാണ് നേട്ടം? കള്ളൻ കപ്പലിൽ തന്നെയാണോ? മാൻ മിസ്സിങ്ങിനാണ് പീരുമേട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. DYSP J. കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഊർജിതമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത്.
കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ അപ്രതീക്ഷിതമായി അന്വേഷണം വഴിമുട്ടുന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. സ്വമേധയാ തങ്കമ്മ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടായിരിക്കാമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. തങ്കമ്മയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ? ആണെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഒരു അന്വേഷണത്തിലും കുലുങ്ങാത്ത, തങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന അമിതമായ ആത്മവിശ്വാസമുള്ള ആരെങ്കിലുമായിരിക്കണം. ഞങ്ങൾ ഇത് ചിത്രീകരിക്കുന്നത് ജൂൺ 14-നാണ്. അന്ന് തങ്കമ്മയെ കാണാതായിട്ട് 5 മാസങ്ങൾ കഴിഞ്ഞിരുന്നു. ഇപ്പോഴും തങ്കമ്മ കാണാമറയത്തു തന്നെയാണ്. പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നും അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബിന്ദുവമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി പരിഗണിച്ച ഹൈക്കോടതി അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ തങ്കമ്മയെ കണ്ടെത്തുമോ? അതോ ഇനിയും തെളിയാത്ത ഒരുപാട് തിരോധാനങ്ങളിൽ ഒന്നായി തങ്കമ്മയും മാറുമോ? കാത്തിരിക്കാം.